ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു P4 Pets. നമ്മുടെ ഈ P4 Pets എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ കൂടെ കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അലങ്കാര പക്ഷികളിലും അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അലങ്കാര പക്ഷികളുടെ ഒരു ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കിളികളുടെ ഓരോരോ വിശേഷങ്ങൾ കാണിച്ചു തരാം. കമോൺ. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു വുഡിൽ ചെയ്തെടുത്തൊരു കൂടാണ്. ഇതിപ്പോൾ 4 അറയാണ് വരുന്നത് ചെയ്തേക്കുന്നത്. ഒരു 3 അടി വീതി 3 അടി ഹൈറ്റും വരുന്നൊരു കൂടാണ്. ഇതിൽ നമ്മൾ കൊണൂസിനാണ് ഇട്ടേക്കുന്നത്. ഗ്രീൻ ചിക്ക് കൊണൂർ എന്ന് പറയും. അപ്പോൾ ഒരു പെയർ കിടപ്പുണ്ട് ഇതിൽ. ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്രീഡായും ടൈം ആയില്ല, നമ്മൾ ഏർലി ആയിട്ട് വെച്ചതാണ്. അടുത്ത ഒരു ഇതിൽ കാണാൻ നമുക്ക് ഇതിലും ഗ്രീൻ ചിക്ക് യെല്ലോ സൈഡ് കൊണൂറാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പെയറാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവർക്ക് തീരെ സ്പേസ് കുറവാണ്, നമുക്ക് വേറൊരു കേജിലോട്ട് മാറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ കണ്ടോ, ഇതിൽ ആഫ്രിക്കൻ പീച്ച് വെറൈറ്റിയുള്ളൊരു ബേർഡാണ്. ഇതിൽ നമ്മൾ ഗ്രീൻ ഫിഷറാണ് ഇട്ടുള്ളത്. ഗ്രീൻ ഫിഷർ വെറൈറ്റിയാണ്, നമുക്ക് കാണാൻ പറ്റും. കുറച്ച് പേടിച്ചിരിക്കുകയാണ്, അത് അകത്ത് കളിച്ചിരിക്കുകയാണ്. അപ്പം അത് ഗ്രീൻ ഫിഷർ എന്നാണ് ഇതിന് പറയുന്നത്. ഗ്രീൻ ഫിഷർ ഒരു പെയറാണ് വാങ്ങിച്ചിട്ടേക്കുന്നത് നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ 2 കേജാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു 4 അടി വരുന്ന കേജും ഇത് 2 റോ വരുന്നത്. ഇതിൽ ടോട്ടലി 4 അറയാണ് വരുന്നത്. നമ്മൾ 6 അടി നീളമുള്ള ആ ഒരു കേജിൽ ഫസ്റ്റ് റോയിലിട്ടിട്ടുള്ള ലവ് ബേർഡ്സാണ്. ഇപ്പം ഇതിൽ യെല്ലോ ലവ് ബേർഡ്സ് ഉണ്ട്, റെഡ് ഐ ലവ് ബേർഡ്സ് ഉണ്ട്, അത് കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഒരു 6 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു കേജിൽ ഫുള്ളും ലവ് ബേർഡ്സാണ്. നമ്മളിപ്പോൾ ഓരോ കിളികളായിട്ട് കളക്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ തുടക്കമായതുകൊണ്ട് നമ്മൾ ചെറിയ സെറ്റപ്പിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. നമുക്കിതൊരു ഹോബിയായിട്ട് തുടങ്ങിയൊരു കാര്യമാണ്. ഓക്കെ, ഇതിൽ നമ്മളിപ്പം 3 പെയറാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ കലമൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കലത്തിൻ്റെ അകത്ത് മുട്ടയിടാനായിട്ടുള്ള ഒരു ടൈം ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു 2-3 മാസം കൂടെ എടുക്കും. ഇപ്പോൾ ഇത് കുഞ്ഞു കിളിയായിട്ടാണ് വാങ്ങിച്ചിട്ടത്. നമുക്ക് താഴത്തെ റോയിൽ നോക്കാം. ആണോ, ഇതിൽ നമ്മൾ ഫുൾ കോക്ടെയിൽസാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതൊക്കെ കുറച്ച് ഒരു സൈഡിലോട്ട് അങ്ങ് ഒതുങ്ങിയിരിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ ആണോ, ഇതിപ്പം കോക്ടെയിൽസ് ഇപ്പോൾ ഇത് ഒരു ആഹാരമൊക്കെ കഴിച്ചിട്ടൊരു മയക്കത്തില്ല. ഇപ്പോൾ ഫുഡൊക്കെ ഫീഡ് ചെയ്തതുള്ളൂ. ഇതിപ്പോൾ ഓക്കെ, നമുക്കിതിൽ ഒരു 6 അടി നീളമാണ് കേജിൽ വരുന്നത്. ഇപ്പം ടോട്ടലി 5 കോക്ടെയിൽസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിൽ 2 പെയറാണ്, 1 സിംഗിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പെയർ കൂടെ വാങ്ങിച്ചിടുന്നതായിരിക്കും. ഇപ്പം ഇതിൽ കോക്ടെയിൽസ് വെറൈറ്റി എന്ന് പറയുന്നത് ഗ്രേ കോക്ടെയിൽസ് ഉണ്ട്, പിന്നെ പേൾ കോക്ടെയിലുണ്ട്, അങ്ങനെ കുറച്ച് ആണ് ഇട്ടിട്ടുള്ളത്. ലൂട്ടിനോ പേളുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെഡിൽ വൈറ്റ് വരുന്നത് വൈറ്റ് ഫേസ് എന്ന് പറയും. ഹെഡിൽ യെല്ലോ വരുന്നത് ലൂട്ടിനോ ഫേസ്. അപ്പോൾ ലൂട്ടിനോ കോക്ടെയിലും ഉണ്ട്, ലൂട്ടിനോ ഗ്രേ ആണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഉള്ള കേജ് സെറ്റപ്പും കിളികളും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് നെറ്റ് കവർ ചെയ്യാനാണ്. നെറ്റ് വെച്ചിട്ട് റൂം ലൈക്ക് നമുക്കൊരു ഏവിയറി സെറ്റപ്പ് ചെയ്യാനായിട്ടാണ് പ്ലാൻ. അപ്പം ഒരു നെറ്റ് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കിളികൾക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, അവിടെ നിന്ന് നമുക്ക് ഫുള്ള് നെറ്റ് കവർ ചെയ്ത് വരും. അപ്പോൾ മെഷ് നമുക്ക് ഓർഡർ ചെയ്ത് പുറത്ത് കൊടുത്തൊരു വെൽഡിങ് വർക്ക്സ് കൊടുത്താണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ തൊട്ട് ഇവിടെ ഫുള്ളും ഗില്ല് ചെയ്യുന്നതായിരിക്കും.
മുകളിൽ നമ്മൾ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ റൂഫിൽ ഇവിടെ ചേർത്തിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. നമുക്ക് ടോപ്പ് ലെയർ കവർ ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി റൂഫ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു പോർഷൻ നമുക്ക് ഏവിയറി സെറ്റപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കവർ ചെയ്ത് വരും, ഉണ്ടോ? ആ ഒരു സൈഡും ഫുള്ളും കവറാവും. അങ്ങനെ ഫുൾ വെറൈറ്റി ഓഫ് ബേഡ്സ് നമ്മൾ ഇതിലോട്ട് ഇടുന്നതായിരിക്കും. ഒരു ഏവിയറി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ചാനലിൽ ഒരു ഫുൾ ഏവിയറി സെറ്റപ്പ് ചെയ്യുന്ന വീഡിയോസ് അടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളെങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇപ്പോൾ 2 കൂടെ ഉള്ളൂ. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കേജസ് കൊണ്ട് നിറയ്ക്കുന്നതായിരിക്കും ഫുള്ളും. എന്നിട്ട് നമ്മൾ കുറച്ച് പോർഷൻസ് ഓപ്പണായിട്ടും ഇടും. നമുക്ക് കിളികളൊക്കെ ഓപ്പണായിട്ട് ഫ്ലൈ ചെയ്യാനായിട്ട് അങ്ങനെയും ചെയ്യും. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന വർക്കല്ല, പുറത്ത് വെൽഡിങ് വർക്ക്സ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ എത്ര കോസ്റ്റ് ആകുമെന്ന് നമുക്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബേഡ്സിനെ വളർത്തുന്നവരും താല്പര്യമുള്ളവരും ബ്രീഡേഴ്സും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോയിലേക്ക് കാണാം.